الحفاظ أطلوا لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തു അബസയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ആയത്തുകളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 13ാമത്തെ ആയത്ത് മുതൽ ഇനി നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുഹഫിൻ മുകറമ, ഇതാണ് 13ാമത്തെ ആയത്ത്. തൊട്ട് മുമ്പുള്ള 2 ആയത്തുകളുമായി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹാ തദ്കിറ فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة. 16ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഓതിയത്. സദഖല്ലാഹുൽ അലിയുൽ അളീം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ കയറി ചെന്നപ്പോൾ ഖുറൈശി പ്രമാണിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇദ്ദേഹം വന്നത് എന്നതിനാൽ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചതിനെ അല്ലാഹു തആല ഗുണദോഷിച്ചതാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അവർ അംഗീകരിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നിങ്ങളത് അടിച്ചേൽപ്പിക്കണ്ട. ഖുറൈശി പ്രമാണിമാർ മുസ്ലിം ആവുകയില്ല, അതല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അനുസരിക്കുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. വന്ന ആളോ അദ്ദേഹം പറഞ്ഞതനുസരിക്കാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും റെഡിയായിട്ട് വന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ ആയിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. കല്ലാ ഇന്നഹാ തദ്കിറ, പരിശുദ്ധ ഖുർആൻ ഒരു നിശ്ചയമായും അത് ഓർമ്മപ്പെടുത്തലാവുന്നു. കല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അതായത് ഖുർആൻ ഉപദേശം ചോദിച്ചു വന്ന ആളെ അങ്ങ് തൽക്കാലം മാറ്റി നിർത്തേണ്ടതില്ല, അവരെ പരിഗണിക്കണം. ഫമൻ ശാഅ ദക്കറഹു, അതിനാൽ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ, ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ലല്ലോ. ഇനിയും പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് അല്ലാഹു തആല വിശദീകരിച്ച് പറയുന്നത്. ദിക്റാണ് പരിശുദ്ധ ഖുർആൻ എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിച്ചു. 13ാമത്തെ ആയത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുഹഫിൻ മുകറമ, ഈ പരിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ്. അത് എവിടെയാണുള്ളത്? ഫീ സുഹഫിൻ, ചില ഏടുകളിലാണ് അതുള്ളത്. മുകറമത്തിൻ, ആദരണീയമായ ചില ഏടുകളിലാണ് പരിശുദ്ധ ഖുർആൻ ഉള്ളത്. ഇനിയും അതിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ്. 14ാമത്തെ ആയത്ത് നോക്കുക. മർഫൂഅത്തിൻ, ഉന്നതമായ, മുതഹറത്തിൻ, പരിശുദ്ധമായ, ഉന്നതമായ, ആദരണീയമായ ചില ഏടുകളിലാണ് പരിശുദ്ധ ഖുർആൻ ഉള്ളത്. സഹീഫത്തുൻ എന്നതിൻ്റെ പ്ലൂരലാണ് സുഹഫുൻ, പേജുകൾ, ഏടുകൾ എന്നൊക്കെ പറയാം. മുകറമ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന. മർഫൂഅത്തിൻ, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി, റാഫിഉൻ എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നവൻ അല്ലെങ്കിൽ ഉയർന്നവൻ എന്നൊക്കെ അതിനർത്ഥം പറയാം. റാഫി എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പേരിടാറുണ്ട്. മുതഹറത്തിൻ, പരിശുദ്ധമാക്കപ്പെട്ട. തഹൂർ, താഹിർ അതൊക്കെ നമുക്കറിയുന്ന പദമാണല്ലോ. അപ്പോൾ ഉന്നതമായ, പരിശുദ്ധമാക്കപ്പെട്ട, ആദരണീയമായ ഏടുകളിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ അത് ആര് മുഖേനയാണ് ഇങ്ങോട്ട് എത്തിയത്, അല്ലെങ്കിൽ ആരുടെ കൈകളിലാണ് പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നത്? ബി ഐദി സഫറത്തിൻ കിറാമിൻ ബററ. 15ഉം 16ഉം ആയത്തുകളാണത്. ബി ഐദി, കൈവശമുള്ള ഏടുകളിലാണ് ഉള്ളത്. ഫീ സുഹഫിൻ, ചില ഏടുകളിലാണ്. ബി ഐദി, കൈവശമുള്ള. ആരുടെ കൈവശമുള്ള ഏടുകളിൽ? സഫറത്തിൻ, ചില ദൗത്യവാഹകന്മാരുടെ കൈവശമുള്ള.
ആ ദൗത്യവാഹകന്മാരുടെ വിശേഷണങ്ങൾ എന്താണ്? അവരുടെ പ്രത്യേകത എന്താണ്? കിറാമിൻ, അവർ മാന്യരാണ്, ബററത്തിൻ, അനുസരണശീലരുമാണ്. അപ്പോൾ അനുസരണശീലരായ മാന്യരായ ചില ദൗത്യവാഹകന്മാരുടെ കൈവശമുള്ള ഏടുകളിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആൻ, ഈ ദിക്റായിട്ടുള്ള ഖുർആനുള്ളത്. ആ ഏടുകളോ അത് പാവനമാണ്, ഉന്നതമാണ്, ആദരണീയമാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 15-ാമത്തെ ആയത്തിൽ ബിഐദി സഫറ, സഫറത്ത് എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാരുടെയും ഇടയിലുള്ള ദൗത്യവാഹകന്മാരായ മലക്കുകൾ എന്നാണ്. ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. മലക്കുകൾ ദൗത്യം എത്തിച്ചു കൊടുക്കുന്ന ആൾ, അവരുടെ കൈകളിലായിരുന്നു പരിശുദ്ധ ഖുർആൻ, അവർ മുഖേനയാണല്ലോ കൊണ്ട് എത്തിയത്. അതാണ് എൻ്റെ ഉദ്ദേശം. മറ്റൊരു വ്യാഖ്യാനം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്ന മലക്കുകൾ ആണ് എന്നുണ്ട്. അപ്പോൾ ഈ ഏടുകൾ മാന്യന്മാരായ ദൗത്യവാഹന്മാരുടെ കൈകളിലാണെന്ന് പറഞ്ഞാൽ അതാരാണ്? വഹി എത്തിക്കുന്ന മലക്കുകളല്ല. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ലൗഹുൽ മഹ്ഫൂദ് എന്താ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, കാര്യങ്ങൾ പകർത്തി എഴുതുന്ന മലക്കുകൾക്കാണ് പറയുന്നത്. വേറെയും ചില വ്യാഖ്യാനങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം. സഫീർ എന്ന് പറയും അംബാസഡർക്ക്, സഫീർ. അതുപോലെ എംബസിക്ക് സിഫാറ എന്ന് പറയും. ഇപ്പോൾ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ എംബസി എന്ന് പറഞ്ഞാൽ ആ രാജ്യവും ഈ രാജ്യവും തമ്മിലുള്ള സന്ദേശങ്ങൾ കൈമാറാനും ഭരണതലത്തിലുള്ള, അതിന് ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ? അംബാസഡർ ഡ്യൂട്ടി അതാണല്ലോ, ഒരു എംബസിയുടെ ഡ്യൂട്ടിയും അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറാൻ, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇതൊക്കെയാണ് ഒരു എംബസിയുടെ ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതേ പദത്തിൽ നിന്നാണ് ഈ വിഷയം പോകുന്നത്. സഫീർ എന്ന് പറഞ്ഞാൽ അംബാസഡർ, സിഫാറ എന്ന് പറഞ്ഞാൽ എംബസി. അപ്പോൾ സഫറ എന്ന് പറഞ്ഞാൽ ദൗത്യം വഹിക്കുന്ന ആളുകൾ. രണ്ട് കൂട്ടർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ എത്തിക്കുന്ന ആളുകൾക്കാണ് സഫറത്ത് എന്ന് പറയുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് മലക്കുകളെയാണ് ഉദ്ദേശം എന്നാണ്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള അമ്പിയാക്കൾ, അവരാണ് ശരിക്കും സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അവരാണ് എന്നും ഒരഭിപ്രായമുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവരൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം അനുസരിച്ച് മലക്കുകൾ എന്നത് തന്നെയാണ് ഇവിടെ കൂടുതൽ യോജിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകർക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ വഹ്യ് കൊണ്ടുവരുന്ന ആളുകൾ മലക്കുകളാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വെക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് കൂടുതൽ അഭികാമ്യം എന്നാണ് കൂടുതൽ മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദൗത്യവാഹകന്മാർ മലക്കുകളാണ് എന്ന് വെക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പ്രബലമായ അഭിപ്രായപ്രകാരം മലക്കുകളാണ് ഉദ്ദേശം എന്ന് വെക്കുമ്പോൾ, ഫീ സുഹഫിൻ എന്ന് പറഞ്ഞാൽ ഏടുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ആ ഏടുകൾ എന്ന് പറഞ്ഞാൽ അത് ലൗഹുൽ മഹ്ഫൂദാകുന്നു. അപ്പോൾ അവിടെയാണല്ലോ അതിൽ, അവിടുന്ന് എടുത്തിട്ട് പിന്നെ മലക്കുകൾ കൊണ്ടുവരാണല്ലോ. ഫീ ലൗഹുൽ മഹ്ഫൂദ്. അപ്പോൾ ഫീ സുഹഫിൻ എന്ന് പറഞ്ഞാൽ ആ ഏടുകൾ, അതുകൊണ്ട് ഉദ്ദേശം ലൗഹുൽ മഹ്ഫൂദാണ്. എന്താണ് ലൗഹുൽ മഹ്ഫൂദ്? അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായി സൂക്ഷിക്കപ്പെടുന്ന ഒരു മൂല ഗ്രന്ഥമാണത്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥം. അതിൽ നിന്നാണ് ഖുർആൻ പകർത്തി എഴുതപ്പെട്ടത്. ബാക്കിയുള്ള കിതാബുകളും സബൂറും ഇഞ്ചീലും അതുപോലെയുള്ള തൗറാത്തുമൊക്കെ പകർത്തി എഴുതപ്പെട്ട മൂലഗ്രന്ഥം, അതാണ് ലൗഹുൽ മഹ്ഫൂദ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ഗ്രന്ഥം, അതാണ് ലൗഹുൽ മഹ്ഫൂദ്. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആല ഈ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ ഹജ്ജിൻ്റെ 70-ാമത്തെ ആയത്തിൽ, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർളി ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുക തന്നെ ചെയ്യുമെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ?
നിശ്ചയമായും അതെല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന് നിസ്സാര കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാം ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തി, ഒരു കിതാബിൽ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്ന ദാലിക ഫീ കിതാബ്. സൂറത്തുൽ ഹദീദിലും 22-ാമത്തെ ആയത്തിൽ ഈ വിഷയം റബ്ബ് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങൾക്കോ ഒരു വിപത്തും വന്നു ഭവിക്കില്ല, നാം അത് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അത് അള്ളാഹുവിന് ഏറെ എളുപ്പമുള്ള കാര്യമാണല്ലോ. എല്ലാം നമ്മളെ ബാധിക്കുന്ന എല്ലാം, ഭാവിയിൽ വരാനിരിക്കുന്ന സംഗതികളൊക്കെ രേഖപ്പെടുത്തി വെച്ച മൂലഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണത്രേ. കലമിനെയാണ് അള്ളാഹു ആദ്യം പഠിച്ചത്. അപ്പോൾ അള്ളാഹു ചോദിച്ചത്രേ, ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ് ആദ്യം പഠിച്ചത് എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ, വിവിധ കാറ്റഗറികളുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്, അതുപോലെ തന്നെ മുജസ്സമാത്തിൽ, അതെന്ന് പറഞ്ഞാൽ ശരിക്ക് അയിനുള്ള, തടിയുള്ള, തൊടാൻ പറ്റുന്ന, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, തൊടാൻ പറ്റുന്ന ഒരു സംഗതി, ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു തആല ആദ്യം പഠിച്ചത് കലമിനെയാണ് എന്ന അഭിപ്രായമുണ്ട്. അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ് ആദ്യം പഠിച്ചത് എന്നത് ആ ഒരു കാറ്റഗറിയിലാണത്. നമുക്കിങ്ങനെ തൊടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അയിനുള്ള, ജിസ്മുള്ള സംഗതികളിൽ ആദ്യം പഠിച്ചത് കലമിനെയാണ്, പേനയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പേനയെ പഠിച്ചപ്പോൾ അള്ളാഹു പേനയോട് പറഞ്ഞത്രേ, നീ എഴുതുക എന്ന്. അപ്പോൾ പേന ചോദിച്ചത്രേ, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അള്ളാഹു തആല മറുപടി പറഞ്ഞത്രേ, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും നിർണയങ്ങൾ നീ എഴുതുക. അപ്പോൾ ഇതാണ് സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് ചുരുക്കി മനസ്സിലാക്കുക. മൂലഗ്രന്ഥമാണ്. ഇവിടെ നിന്നാണ് എല്ലാ സംഗതികളും പരിശുദ്ധ ഖുർആൻ അടക്കം പകർത്തി എഴുതപ്പെട്ടത്. മേൽപ്പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് പോലെ ലോകാരംഭം മുതൽ സംഭവിക്കാൻ പോകുന്ന സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തിയ മൂലഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ്. അപ്പോൾ സഫറത്ത് എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ ഒരു വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.